ഭക്ഷണവും ആരോഗ്യവും എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ശ്രീ സുധീർ ബൽരാമൻ ക്ലാസ് എടുക്കുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു, ഒരു റിസർച്ചറാണ്, നമ്മുടെ ഗുരുകുലാംഗം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അതിനെപ്പറ്റിയുള്ള ഇൻട്രഡക്ഷൻ ചെറിയൊരു കറക്ഷൻ നടത്താം. ഞാൻ വൈക്കത്തപ്പൻ്റെ അടുത്ത് ജനിച്ച് എറണാകുളത്തപ്പൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്ന ആളാണ്. 10ാം ക്ലാസ് ഞാൻ ശ്രീ വിദ്യാരാജ വിദ്യാഭവൻ കോട്ടയത്താണ് പഠിച്ചത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇവിടെ എടപ്പള്ളി വിദ്യാരാജ വിദ്യാഗുരുകുലത്തിലെ വിദ്യാർത്ഥിയാണ്. അത്രയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വിഷയം ഭക്ഷണവും ആരോഗ്യം എന്നാണ്. അതിലും ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇതാണ് സബ്ജക്റ്റ്. പക്ഷേ അതിൽ കറക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അതിൻ്റെ ഔഷധ മൂല്യം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നത്, ഇങ്ങനെ ആത്മീയ വിഷയങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊരു സബ്ജക്റ്റ് വന്നതെന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും. അപ്പോൾ എനിക്കും ആ സംശയം വളരെ കാര്യമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് മാഷിനടുത്ത് എങ്ങനെ പറയും എന്നുള്ളൊരു ഇതിലായിരുന്നു, കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അപ്പോഴാണ് ഗുരുകുലത്തിലുണ്ടായിരുന്ന ഒരാളുടെ ഒരു അനുഭവത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ആളുടെ പിറന്നാളായിരുന്നു. അവിടെ ഉണ്ടോ? ആ ദിവസം വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കായി പോയി. അപ്പോൾ വേറെ ആർക്കും കൊടുക്കാനില്ല, ഉണ്ടാക്കി വെച്ച ഭക്ഷണം വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അപ്പോൾ ആളപ്പോൾ വേറെ ആരും ഇല്ലാത്ത കാരണം ഉള്ളിലുള്ള ആ ശക്തിക്ക് പ്രസാദം കൊടുക്കുന്ന പോലെ ആ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്ക് ആ സമയത്തൊരു വളരെ ആനന്ദകരമായൊരു അനുഭവം ഉണ്ടായി. ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലേക്ക് എത്തിയ ആൾ കുറച്ച് നേരത്തെങ്കിലും. പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ സാറ് നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ടൈം ഡെലൂഷൻ വരാതിൽ. അപ്പോൾ എത്ര സമയം ആ ഒരു അവസ്ഥയിൽ ഇരുന്നൊന്നും പറയാൻ പറ്റില്ല, സെക്കൻഡ്സ് വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ശരിയാണോ ഞാൻ പറഞ്ഞൊക്കെ? ശരിയാണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് എഴുന്നേറ്റെന്ന് പറയുന്നത് എല്ലാവരും കാണട്ടെ ആളെ. അപ്പോൾ ഏത് വഴിക്കാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. ഭക്ഷണത്തിലൂടെയും വരാം. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസാണ്, ആളുടെ എക്സ്പീരിയൻസാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വാണിംഗ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു എന്താ പറയുക, ഒരു ബോണസ് ആയിരിക്കാം. ഒരു പാരഡൈം ഷിഫ്റ്റ് വരാം. ചിലപ്പോൾ ആൾക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ വരാം. ചിലപ്പോൾ ഇടയ്ക്ക് ഒരു ദേവത പ്രത്യക്ഷപ്പെടാം. കാര്യം ഞാൻ സംസ്കൃതം അങ്ങനെയുള്ള കാര്യങ്ങൾ മന്ത്രങ്ങളൊന്നും പറയണില്ലെങ്കിലും ഇടയ്ക്കൊരു ദേവത പ്രത്യക്ഷപ്പെടാം ഇതായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ചില ആൾക്കാർക്കൊരു ചില പുതിയ മരുന്നിൻ്റെ ഐഡിയ എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിവിടെ ചില ബിഷഗ്വരന്മാരൊക്കെ ഉണ്ട്. അവിടെ രണ്ടുപേര് ഡോക്ടർമാർ. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണമായിട്ടുള്ള വേറെ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉപാസനയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നിവേദിക്കാറുണ്ട്. മാനസപൂജ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ഇതായിട്ടൊരു ബന്ധമുള്ളതാണ്. അപ്പോൾ സാധാരണമാരുടെ ഇടയ്ക്ക് ഞാൻ മീനിനെ കൊണ്ടുവരികയാണ്. ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഫിഷറീസ് ആയിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതലും ഇതായിരുന്നു വിചാരിക്കണ്ട. സ്റ്റാർട്ടിങ് അതായത് 400 കൊല്ലം മുമ്പ് ഈ പരിസരത്തുണ്ടായിരുന്ന തിരൂരുണ്ടായിരുന്ന ആൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ പറ്റി ഒരു കവിത എഴുതുമ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ. അപ്പോൾ അത് വേറൊരു ഭാഷാ പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മീൻ തൊട്ട് കൂട്ടാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അതുപോലെ ഒരു മീൻ തൊട്ട് കൂട്ടുകയാണ് ഞാൻ. അപ്പം മീൻ കഴിക്കാനായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനകത്ത് ചില ഒമേഗ-3 ഒരുവിധം കൂടുതലുള്ളൊരു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒമേഗ-3 പറ്റി? ഉണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നാണ് താഴെ എഴുതിയേക്കുന്നത്. ഇവിടെ ഡോക്ടർ ഇപ്പോഴാണ് പറഞ്ഞത്, ഇത് ലേറ്റായി പോയി. ഡോക്ടർക്കൊരു ഭീഷണിയല്ല കേട്ടോ, ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വായിക്കണോ? ഡിപ്രഷൻ ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു ഇതാണ് ഒമേഗ-3 എന്ന് പറയുന്നത്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വളരെ പവർഫുൾ ആയിട്ടൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ യോഗാചാര്യൻ ഇങ്ങനൊരു ഇത് പറയണ്ടായിരുന്നു, ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നതാണ് പ്രശ്നം എന്ന് പറയണ്ടായിരുന്നു. പക്ഷെ ഒരു കറക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ശരീരത്തിലെ ഓക്സിജൻ
ഞാൻ അത് പിന്നെ പറഞ്ഞാൽ ലാസ്റ്റ് പറയാം കേട്ടോ അതിനെ പറ്റിയിട്ടുള്ള കാര്യം. കറക്ഷൻ എന്ന ഇതാണ്, ബ്ലഡിലെ ഓക്സിജനാണ്. അജയൻ പറഞ്ഞത് ബ്ലഡിലെ ഓക്സിജൻ്റെ കാര്യമാണ്, ശരീരത്തിലെ ഓക്സിജൻ്റെ കാര്യമല്ല. അത് വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഈ ഒമേഗ 3യുടെ സിമ്പിളായിട്ടുള്ള സംഗതികൾ ഇതൊക്കെയാണ്. ഹാർട്ടിൻ്റെ പറയുന്നുണ്ട്, പിന്നെ മറ്റേ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുക, ഈ ഓക്സിജൻ കൂടുതലായിട്ടുണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്, അതിനാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഒമേഗ 3 ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വക അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് അസുഖങ്ങളൊക്കെ വരും. അതെല്ലാം ഇത് കഴിച്ചാൽ ഭേദപ്പെടും. അപ്പോൾ ഞാൻ മീൻ കഴിക്കാൻ പറയുന്നില്ല, ഒമേഗ 3 മേടിച്ചാൽ മതി. ഒമേഗ 3യുടെ തന്നെ എന്താ പറയുക, വെജിറ്റേറിയൻ സോഴ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ പറയാം. ആരും പ്രതീക്ഷിക്കാത്ത, ഞാനും ഇതിനു വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ഈ തെർമൽ ഹൈപ്പർ അഗ്ലേഷ്യ എന്ന് പറഞ്ഞ സംഗതി അറിയുമോ? നോട്ട് ചെയ്തിട്ടില്ല. ഞാനും ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ ജയൻ മാഷ് പറഞ്ഞ പോലെ ഭഗവാൻ ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണല്ലോ നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചേക്കണം. എൻ്റെ കാലിലുള്ള അസുഖം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, അതാണ് എൻ്റെ പേര്. അപ്പോൾ ഒമേഗ 3 കഴിച്ചു കഴിഞ്ഞാൽ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ മീൻ കഴിക്കൽ കുറച്ച് ഞാൻ. കാര്യം എനിക്ക് അറിയില്ല, നമ്മുടെ എനർജിയുടെ ഇത് മാറണമുണ്ടായിരിക്കാം. ഗുരുകുലത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട്, ആ മാറ്റം വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ആഹാരങ്ങളോടൊക്കെ ഉള്ളൊരു ഇത് കുറഞ്ഞു വരികയാണ്. പിന്നെ ആർക്കാണ് ഇതാണ് ന്യൂറോപ്പതിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് കാലിലുള്ള പ്രശ്നം. രണ്ട് രീതിയിലാണ്. മറ്റേത് തെർമൽ ഹൈപ്പർ അഗ്ലേഷ്യ എന്ന് പറയുമ്പോൾ വെച്ചാൽ വേദന കൂടും. നമുക്ക് തൊട്ടാൽ മരവിപ്പായിരിക്കും, പക്ഷേ എവിടെയെങ്കിലും ചെരുപ്പില്ലാണ്ടൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അത് കൂടാണ്ട് ഇത് ടെമ്പറേച്ചർ വരികയനുസരിച്ച്, അതായത് തണുപ്പ് വരുമ്പോഴത്തേക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാനുള്ള സംഗതിയാണ് ഈ പറഞ്ഞത് കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോൾ എന്നോട് ഡോക്ടറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറൊന്നുമില്ല, ഡോക്ടറാവാൻ ശ്രമിച്ചതാണ്, ആയില്ല, ഫിഷറീസിൽ പോകേണ്ടി വന്നു. അപ്പോൾ അടുത്തത് ഈ കോൺട്രോയിറ്റിൻ എന്ന് പറഞ്ഞ സംഗതിയാണ്. അത് ഷാർക്കിൻ്റെ ബോണല്ല, കാട്ട്ലൈൻ എന്ന് പറയും. അതിൻ്റെ ബോൺ എന്നല്ല പറയാം, സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, അതിന് കാട്ട്ലൈൻ എന്ന് പറയാം. അതിൽ നിന്ന് കിട്ടുന്നൊരു സംഗതിയാണ് ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻറ്റ് ഹെൽത്തിന്, മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ ഭേദമാവും. അപ്പോൾ കോൺട്രോയിറ്റിൻ സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇത് മെഡിസിനായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെയുള്ള ചെമ്മീനിന് പേര് അറിയാമല്ലോ. ചെമ്മീനിന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ അത് മിക്കവാറും കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചുമന്ന നിറം ഉണ്ടാകുന്നതുകൊണ്ടാണ് ചെമ്മീൻ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊരു പിഗ്മെൻ്റ് ഉണ്ട്, അസ്റ്റാസാന്തിൻ എന്ന് പറയുന്നത്. അത് അതിനകത്തേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഹെമാറ്റോകോക്കസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആൽഗ ഉണ്ട്, യൂണിസെല്ലുലർ ആൽഗ, ഏകകോശ പ്ലവകം എന്നുണ്ട് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് കിട്ടുന്നത്. അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് എന്താണെന്നുള്ളതൊക്കെ ലാസ്റ്റ് പറയാം. കാര്യം ഈ യൂട്യൂബിലൊക്കെ പറയാറില്ലേ, അവസാനം വരെ കണ്ടാലേ ഞങ്ങൾക്ക് സംഗതി കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാഡം കേട്ടോന്നറിയില്ല, ഇടയ്ക്ക് ദേവത പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ. കാര്യം സംസ്കൃതമൊന്നും ഇല്ലെങ്കിലും അസംസ്കൃതനാണെങ്കിലും ചിലപ്പോൾ അസംസ്കൃതമായ ഭാഷ ഉപയോഗിക്കുന്നത്. അതെ. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഷെല്ലിൽ നിന്ന് കിട്ടുന്നൊരു സംഗതിയാണ്. അതിൻ്റെ പേര് കൈറ്റിൻ എന്ന് പറയാം. നമ്മുടെ കെരാറ്റിൻ എന്ന് പറയുന്നത്, നഖത്തിലും മുടിയിലൊക്കെ ഉള്ള കെരാറ്റിൻ എന്ന് പറയുന്ന അനിക്കുലൻ്റ് ആയിട്ടുള്ള ഷ്രിമ്പിലുള്ള സാധനമാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇതൊക്കെ ഒരു ബിസിനസ് സീക്രട്സ് ആണ് പറഞ്ഞു തരുന്നത്. കാര്യം ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഇപ്പോൾ ഉള്ളൊരു ബിസിനസ്സാണ്, ഏറ്റവും വലിയൊരു ബിസിനസ്സാണ് സപ്ലിമെൻറ്റ്സിൻ്റെ. ഞാൻ സപ്ലിമെൻറ്റ്സിനെ അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ജെന്യൂനായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാര്യം അതിനകത്ത് ഒരു ടെസ്റ്റിംഗ് ഒന്നുമില്ല. അത് കാരണം ഇതിൻ്റെ പേരിന് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാണും. അതുകൊണ്ട് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ചില ഡോക്ടർമാരെ മാത്രം ചില ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അത് ചിലപ്പോൾ നല്ലതായിരിക്കാം. പലരും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ചായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീമിനറലൈസ്ഡ് DSIL ഫോം ഉണ്ട്, അതിൻ്റെ പേര് കൈറ്റോസാൻ എന്ന് പറയും.
കൈറ്റോസാൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇത് കൈറ്റിൻ എന്ന് പറഞ്ഞാൽ എൻഅസെറ്റേറ്റ് ഗ്ലൂക്കോസാമീൻ എന്ന് പറയും. അത് ഗ്ലൂക്കോസ് നിക്കലിൻ്റെ സാധനമാണ്. അത് കാരണം ഈ കൈറ്റോസാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഗ്ലൂക്കോസ് നിക്കലിൻ്റെ സംഗതിയാണെന്ന് പറയുന്നു. ഇതാണ് അസ്റ്റാസാൻറ്റിൻ്റെ ഗുണങ്ങൾ. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലാമേറ്ററി, എല്ലാം ആൻറ്റിയാണ്. വൂണ്ട് ഹീലിംഗ്, മറ്റേ ഓസ്റ്റിയോ പ്രൊട്ടക്ഷൻ, എല്ലിൻ്റെ പ്രൊട്ടക്ഷൻ തരുന്നത്, ലിവറിൻ്റെ പ്രൊട്ടക്ഷൻ, ന്യൂറോ പ്രൊട്ടക്റ്റീവ്, ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി ക്യാൻസർ. വേറെ ഡോക്ടറാണോ? അവിടെ ഉണ്ടല്ലേ ഡോക്ടർ മിണ്ടാണ്ടിരിക്കുന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നില്ലേ മുമ്പിൽ തന്നെ? ഇതാ മറ്റേ ആൽഗയിൽ നിന്നുണ്ടാകുന്ന ഇതാണ്. അതാണ് ഷ്രിമ്പിലേക്ക് വരുന്നത്. അന്റാർട്ടിക് റില്ലുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ചെമ്മീനിലും കൂടുതൽ അതിനകത്താണ് ഇത് കാണുന്നത്, ഈ പിഗ്മെൻ്റ് കാണുന്നത്. ഈ കൈറ്റോസാൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകത, അല്ല അതിൻ്റെ ഈ ഏതൊക്കെ അസുഖങ്ങൾ മാറ്റാൻ നോക്കാം. പിന്നെ അതിപ്പോൾ ഗ്ലൂക്കോസ് ഇൻസുലിൻ റിലേഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയാണ്. ഇത് ഷുഗർ ഉള്ളവർ ഡയബറ്റിക് ആയുള്ളവർ ശ്രദ്ധിച്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി, അഡീഷണൽ ബെനിഫിറ്റ്സിൽ ഹെമറേജിൻ്റെ ഇത് പറയുന്നുണ്ട്. മുറിവ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീലാവെന്ന് പറയണത്. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ കൈ മുറിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഈ കൈറ്റിൻ സൊല്യൂഷൻ ഉണ്ടാക്കി അതിൽ ഇപ്പോൾ കാണിച്ചിട്ടാൽ ഡിപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തത്, പിന്നെ ബ്ലഡ് വരണില്ല. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ടുള്ള ആക്ഷനാണ് അതിന്. പിന്നെ പൊള്ളലിനൊക്കെ ഉപയോഗിക്കും. അവിടെ അതിൻ്റെ ഒരു ക്രീം, എന്താ പറയുക, ഓയിൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പിന്നെ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യും, ക്യാൻസർ പ്രൊട്ടക്ഷൻ, ആൻറ്റി ഇൻഫ്ലാമേറ്ററി, ആൻറ്റി ഓക്സിഡൻ്റ്, അതെല്ലാം മിക്കവാറും എല്ലാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ക്ഷമിക്കണം, ഓക്സിജൻ കൂടിയിട്ടുള്ള സാധനങ്ങൾ കുറയ്ക്കാനുള്ളതാണിത്. ലാസ്റ്റ് പറയാത്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ പറയുക, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? നത്തക്കാന്നൊക്കെ പറയും ചിലത്. ഇപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനെ? ഇപ്പോഴും കാണാറുണ്ടോ? അത് ആഫ്രിക്കൻ പാടത്തിലുള്ള ചെറുതല്ല, ഇത് വലുതാ. ഇത് ഇപ്പം കാണാനില്ല. ഞാൻ അത് ചോദിച്ചത്. കാരണം വെച്ചാൽ പലയിടത്തും പാടത്തൊക്കെ വിഷം അടിച്ച കാരണം പാടങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി. അപ്പോൾ സൈലൻസ് ക്ലാസ്സാണ്. അല്ല, പഴയ ഓർമ്മ കേട്ടോ. 10-15 മുമ്പ് ക്ലാസ് എടുത്തിട്ടില്ല. അപ്പോൾ അല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെൻ്റൽ റിട്ടാർഡേഷനിലെ പുതിയ പേരാണ്. ഇത് കഴിച്ചിട്ട് മെൻ്റൽ റിട്ടാർഡേഷൻ കുറവ് വന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. മെൻ്റൽ റിട്ടാർഡേഷൻ വന്നതിന് ചികിത്സയില്ലല്ലോ, അല്ലേ ഡോക്ടറെ? ഉണ്ടോ? അപ്പോൾ ഇത് കഴിച്ചാൽ ഇതിൻ്റെ കൂടെ വേറെ പച്ചമരുന്ന് ചേർത്തിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പഴയ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് വെള്ളമായി പോകുന്നു, അങ്ങനെ എന്തൊരു ഭ്രാന്ത് പിടിക്കുന്നു, അങ്ങനെ ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ തലച്ചോറായിട്ട് ബന്ധമുള്ളൊരു സംഗതിയാണിത്. പിന്നെ വേറൊരു പുതിയ റിസർച്ച് എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണുണ്ട്. ഈ കണ്ണ് മുറിച്ച് കഴിഞ്ഞാൽ 15 അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് തിരിച്ചു വരും. അത് റീജനറേറ്റീവ് പ്രോപ്പർട്ടികളാണ് അതിന്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ കണ്ണ് മനുഷ്യൻ്റെ കണ്ണുമായിട്ട് വളരെ സിമിലറാണ്. ജനറ്റിക്കലി പോലും എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടെന്ന് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ മനുഷ്യൻ്റെ കാഴ്ച പോയാലും കണ്ണ് പോയാൽ തന്നെ തിരിച്ച് റീജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള റിസർച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സക്സസ് ആയെന്ന് അറിയില്ല. അപ്പോൾ ഇത് അതുകൊണ്ട് എല്ലാവരും അടുത്ത് കഴിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ. ഇനി ഈ കടലിലുള്ള വെജിറ്റേറിയൻ ഐറ്റമാണ്. അപ്പോൾ ഇത് ബ്രൗൺ ആൽഗയെ പറ്റിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതൊരു ഫ്യൂക്കോസാൻതി എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ആണ്. അതിന് ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടിയും, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടിയും ഇതിനും കാണും. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലാമേറ്ററി, ആൻറ്റി ഒബേസിറ്റി, ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി ക്യാൻസർ, ഹാർട്ട് ആൻഡ് ബ്രെയിൻ പ്രൊട്ടക്റ്റീവ്, ലിവർ പ്രൊട്ടക്ഷൻ. നേരത്തെ പറഞ്ഞിട്ടുള്ള മിക്കവാറും എല്ലാം സിമിലർ. ഇനി വരാൻ പോകുന്ന സ്ലൈഡിലൊക്കെ മിക്കവാറും എല്ലാം സിമിലർ ആയിരിക്കും. കാരണം ഞാനിത് എന്താ പറയുക, ഒരു ഓർഡറിൽ സെലക്ട് ചെയ്തെന്നല്ല. ഇനി വരാൻ പോകുന്നതൊക്കെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്. ഇതിനകത്തുള്ള ഒരു മൈക്രോ ആൽഗ സ്പൈറലൈന. ഇതും ഈ പറഞ്ഞ പോലെ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അവിടെ. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ മാഡം, മാർക്കറ്റിംഗ് ടെക്നിക്ക് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ഒരു ബിസിനസ് കൂടുതൽ സാധനങ്ങൾ ചിലവാക്കാൻ വേണ്ടി ഇങ്ങനെ പേര് ഇടുന്നുണ്ട്. പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. ഇതും ഈ പറഞ്ഞ പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇതിനകത്തുള്ളതാണ്.
ഫൈക്കോസൈനാണ് അതിനകത്ത് മെയിൻ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടികൾ. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടിയും തന്നെ ഇതിനകത്ത് വരുന്നത്. ഈ ട്രൈഗ്ലിസറൈഡ്സ് അടയ്ക്കുന്ന മരുന്നുകളും എല്ലാം ഉണ്ടോ? കേട്ടിട്ടുണ്ടോ ഡോക്ടർമാർ? ആയുർവേദത്തിലുണ്ട്. സിദ്ധയിലുണ്ടാവും, ഹോമിയിലും കാണും. പക്ഷേ അലോപ്പതിയിൽ കുറവാണെന്ന് കേട്ടേന്. ഹെമാറ്റോകോക്കസ് ആൽഗയുടെ പറഞ്ഞാണ് ഇപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ ഇത് മറ്റേ എന്താ പറയുക, സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾസ് ഉണ്ടാക്കിയതാണ് അപ്പുറത്ത്. ഇത് അതിൻ്റെയും ഗുണങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണത്. മാഡം എഴുതിയെടുക്കണമെന്നില്ല, എല്ലാം ഗുരുവലത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത്. എഴുതിയെടുക്കാനുള്ള വരുന്നേ ഉള്ളൂ, ലാസ്റ്റ് ഇപ്പൊന്നും എഴുതിയെടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മീൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ചെമ്മീപ്പിളിയുടെ കാര്യം പറഞ്ഞത്. ഇത് മറ്റേ ഈ പറഞ്ഞ പോലെ പല പേരുകളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ചെമ്മീപ്പിളി എന്ന് പറയാം. ചെമ്മീൻ്റെ കൂടെയാണ് സാറിന് ഇടാറുള്ളത്. അപ്പോൾ ഏത് നാട്ടിൽ എന്ത് പേര് പറഞ്ഞാലും ഇത് വെറുതെ എടുത്ത് കഴിക്കരുത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ, അലോപ്പതിക്കാർ നമ്മുടെ എന്തെങ്കിലും ഒരു സാധനത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ വളരെ ഉത്സാഹമുള്ള ആൾക്കാരാണ്. പക്ഷേ അത് സത്യമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കാരണം കിഡ്നിയിൽ സ്റ്റോൺ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വീഡിയോയിൽ ഒരു ചെറിയ കുട്ടി എല്ലാ ദിവസവും പോയി ട്യൂഷന് പോകുന്ന സ്ഥലത്ത് ഇത് എല്ലാ ദിവസം കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ച് കിഡ്നി മുഴുവൻ ഇതായെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എത്ര ഇൻസ്റ്റൻറ്റ് ആക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിത് മീൻ കറിയിലിടുമ്പോൾ എന്താ വെച്ചാൽ മീനിനകത്തൊക്കെ ഉള്ള ഈ കാൽസ്യം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് അവിടെ തന്നെ ക്രിസ്റ്റലൈസ് ചെയ്യും. അപ്പോൾ അകത്തേക്ക് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യില്ല. അച്ചാറുണ്ടാക്കിയാൽ കുഴപ്പമില്ല, കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഇത് ആൾക്കാർ വൈൻ ഉണ്ടാക്കും ഇത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മീൻ പൊടിക്കൈ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് മുട്ടത്തോടോ അങ്ങനെ കാൽസ്യം ഉള്ള എന്തെങ്കിലും സാധനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ന്യൂട്രലൈസ് ചെയ്യുള്ളൂ. ഇല്ല, ഡയറക്റ്റ് അതിന് കാരണമുണ്ട്. ആരോ എന്തോ അതായത് പണ്ട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവുക ഇത്. അപ്പോൾ ഇത് കഴിക്കുമ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് രക്തം വെള്ളമായി പോകുമെന്ന് പറയും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇത് കൂടും, മറ്റേ വിസ്കോസിറ്റി കുറയും. പിന്നെ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയ്ക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ആൾക്കാർ കഴിക്കുമ്പോൾ ഇതുപോലെ കാൽസ്യം ഡെപ്പോസിറ്റ് ഇല്ല. കാരണം വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ കഴിക്കുമ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതൽ കിട്ടുന്നുണ്ട് അവർക്ക്. അത് കാരണം ഇത് ക്രിസ്റ്റലൈസ് ചെയ്യില്ല, അത് ബോണിലേക്കേ പോകുള്ളൂ, കിഡ്നിയിൽ പോയി ക്രിസ്റ്റലൈസ് ചെയ്യില്ല മെഗ്നീഷ്യം. ഇപ്പോഴത്തെ പണ്ടത്തെ ആൾക്കാർ കാണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരും. ഈ കാലം അനുസരിച്ചിട്ട് കാലം ഉണ്ട് കേട്ടോ ഡോക്ടറെ. ഈ മാറ്റം വന്നിട്ടുണ്ട് ആൾക്കാരിലൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ ഈ മാറ്റമാണ് ഈ കാലം കൊണ്ടുണ്ടായ ആൾക്കാർക്കുണ്ടായ കുറേ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ കൊണ്ടാണ് ഇതിപ്പോൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാണ്, ശരിയാണോന്നില്ല. ഇത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇതിൽ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പറഞ്ഞ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇതുകൊണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഒരു സാധനം വെച്ചാൽ വണ്ണം കുറയ്ക്കാനായിട്ടുള്ളൊരു ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അത്, ഫാറ്റ് പ്രിവെൻഷൻ. അപ്പോൾ അത് ഞാൻ ആദ്യം കേട്ടതെന്ന് വെച്ചാൽ മറ്റേ ക്രബ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സൈക്കിൾ കൊണ്ട് ബോഡിയിലെ മെറ്റബോളിസിൽ നടക്കുന്ന അല്ല സിട്രിക് ആസിഡിനെ മാറ്റിയിട്ട് ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് വന്നിട്ട് അങ്ങനെ മെറ്റബോളിസം നടക്കാണ്ട് വന്നിട്ടാണ് വണ്ണം കുറയണമെന്ന് കേട്ടത്. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഇത് റെഫറൻസ് അനുസരിച്ചിട്ട് ഒരു എൻസൈമിനെ ഇതിലായിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണമുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊന്നും അറിയാണ്ടാണ് നിങ്ങൾ കഴിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്? പറയാം ലാസ്റ്റ് പറയാം. ഇല്ല, അത് നമ്മുടെ ഒരു ഹിന്ദി പ്രൊഫസർ ഉണ്ടായിരുന്നല്ലോ, ഹിന്ദി ടീച്ചർ. സംസ്കൃതം കഴിക്കരുത് കേട്ടാ, അശരീരമായി പോകും. അപ്പോൾ ഈ അരികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ കറുപ്പ് കവണി കേട്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കുക. കറുപ്പ് കവണി അത് കാണാൻ പറ്റില്ല അല്ലേ? ഇതാ ഞാൻ പറഞ്ഞ കറുപ്പിൻ്റെ ഗുണമെന്ന് പറഞ്ഞത്. ഇതാ ഞാൻ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ കൊടുത്തില്ല കേട്ടാ, വെള്ളം മനഃപൂർവ്വം ഞാൻ കൊടുത്തിട്ടില്ല അതിനകത്ത്.
വെയിറ്റ് ലോസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസ് ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു കോമൺ ഇതെല്ലാം. അപ്പോൾ ഇത്രയും മരുന്ന് ഔഷധ മൂല്യമുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കണമെന്നുള്ളത് അറിയണില്ല എന്ന് വെച്ചിട്ടാണ് പറഞ്ഞതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഈ പൊക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ എവിടെയുള്ളതെന്ന് അറിയോ പൊക്കാളി? ശരിക്കും പറഞ്ഞാൽ എൻ്റെ മറ്റേ GI ടാഗ്ഡാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ടാഗ് ചെയ്ത് എങ്ങനെ പറവൂരാണ് എൻ്റെ ഇത് ഏരിയ വന്നേക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ ആലപ്പുഴ വരെയൊക്കെ തൃശ്ശൂരും ആലപ്പുഴയൊക്കെ കുറേ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാഠം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പ്രത്യേകത ഡയബറ്റിക് ഫ്രണ്ട്ലി ആൻറ്റി ഓക്സിഡൻറ്റ് ഈ തവിടിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ തവിട് കളയാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്, ഏത് അരിയാണെങ്കിലും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, ന്യൂട്രിയൻ റിച്ച് ആണ്, ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതാണ്. അതായത് ബവൽ ഫൈബർ ഉണ്ടാവും ഈ പറഞ്ഞ തവിടുണ്ടെങ്കിൽ, അപ്പോൾ ബവൽ മൂവ്മെൻറ്റ്സിന് നല്ലതാണ്. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഓർഗാനിക് കൾട്ടിവേഷനാണ്. എന്താണെന്നറിയോ ഓർഗാനിക് കൾട്ടിവേഷൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഇതെങ്ങനെയാണ് കൃഷി ചെയ്യണമെന്നറിയോ? ഇത് കൃഷി ചെയ്യുന്നത് ഒരു ജലം, അത് കുറച്ച് ബ്രാക്കിഷ് വാട്ടറുള്ള സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത് സാലൈനിറ്റി ടോളറൻ്റ് ആണ്, എത്ര ഉപ്പ് വന്നാലും ഇതിന് പ്രശ്നമില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവിടെ ചെമ്മീൻ വളർത്തും. ചെമ്മീൻ വളർത്തി അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലാണ് ഇത് കൃഷി തുടങ്ങുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ അതിൻ്റെ വളമുണ്ട്. പിന്നെ ഇത് റെസിസ്റ്റൻ്റ് ആണ്, ഇപ്പോൾ പറഞ്ഞില്ലേ സാലൈനിറ്റി ടോളറൻ്റ് ആണ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടികളാണ് ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വളവും വേണ്ട, മരുന്നടിക്കാൻ വേണ്ട അതിന്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി വരും എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഈ റെസിസ്റ്റൻസ് നമുക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ 84 വയസ്സായി, ബ്ലഡിലുള്ള ഒരു പാരാമീറ്ററുകളും എല്ലാം നോർമൽ. വേറെ ചില സംഗതികളുണ്ട്, അതൊക്കെ ഇപ്പോൾ മാഡം പറയും അത് എനർജിയുടെ പ്രശ്നങ്ങളാണ്. പിന്നെ പറഞ്ഞ പോലെ എന്താണ് കർമ്മദോഷം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അത് വേറെ. പക്ഷെ അല്ലാണ്ട് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ആൾക്ക്. അപ്പോൾ അന്ന് പണ്ട് കഴിച്ചിരുന്ന ആ അരിയുടെ ഒരു ഗുണമാണത്. ഇത് വൈദ്യർക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? വൈദ്യരും മിണ്ടല്ലേ? ഇത് തന്നെയല്ലേ മറ്റേ കർക്കിടക കഞ്ഞിയിൽ ഉപയോഗിക്കണേ കിഴിക്ക് ഉപയോഗിക്കും. അപ്പം ഇതിനും പറഞ്ഞ സ്റ്റാർച്ചിൻ്റെ എന്ന് വെച്ചാൽ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സാറിന് ചോറ് വെച്ചിട്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ട് അടുത്ത ദിവസം എടുത്തിട്ട് ചൂടാക്കി വീണ്ടും കഴിക്കരുതെന്നാണ് പറയണത്. മറ്റേ ഗുരുവൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയും. പക്ഷേ ഇപ്പോഴത്തെ സയൻസ് പറയുന്നത് വെച്ചാൽ അങ്ങനെ ഉപയോഗിച്ചാൽ അതിന് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയാം. അതിൻ്റെ ഡൈജഷൻ സ്ലോ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മറ്റേ ഇത് ഇൻസുലിൻ കുറവാണെങ്കിൽ പോലും അപ്പോൾ ഇത് പീക്ക് ചെയ്യില്ല, ഗ്ലൂക്കോസ് പീക്ക് ചെയ്യില്ല. പഴങ്കഞ്ഞി വരുന്നു വെയിറ്റ് അപ്പോൾ പ്രോപ്പർട്ടീസ് നോക്കാം മിക്കവാറും എല്ലാം സിമിലറാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയുക കർക്കിടക കഞ്ഞി കിഴി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നൊരു സംഗതിയാണിത്. അടുത്ത രക്തശാലി, ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ ആൻഡോസൈനിൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. മറ്റേതിലൊക്കെ കുറേശ്ശെ ഉണ്ട്, അതിലും കൂടുതലാണ് ഇതിനകത്തുള്ളത്. എല്ലാം ഓൾമോസ്റ്റ് സിമിലർ. എയ്ഡ്സ് വിഷൻ ഇതാ ഡോക്ടറെ, കണ്ണിൻ്റെ കാഴ്ച മറ്റേ ഇതൊക്കെ വരില്ലേ നമ്മുടെ എന്താണ് പറഞ്ഞത്, തിമിരം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരില്ലേ? തിമിരം വരുന്നത് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യുന്നത്. അതിന് ഞാൻ ലാസ്റ്റ് പറയാം കാര്യങ്ങൾ എല്ലാം ലാസ്റ്റ് വെച്ചൊക്കെ ഉണ്ട്. അവസാനം എൻ്റെ ഇടയ്ക്ക് സമയം തീർന്നു എന്ന് പറയരുത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഡയബറ്റീസിൻ്റെ ഒരു മരുന്നും കൂടെയാണ്. അപ്പോൾ ഒരു നിർമ്മലാനന്ദി സ്വാമിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാർ മൂത്രമൊഴിക്കുമ്പോൾ പത വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെരുപ്പ് കാലിൽ നിന്ന് പോകുമ്പോൾ അറിയില്ല, അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് അവർ ഇതിൻ്റെ ഞെട്ട് വെച്ചിട്ട് കഷായം ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് ഉപയോഗിച്ചിട്ട് കഞ്ഞി കുടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് വരും, കഞ്ഞിയിലേക്ക് വരും. അപ്പോൾ ഇത്രയും ഗുണമുള്ളൊരു സാധനമാണ് നമ്മൾ വെറുതെ എടുത്ത് കളഞ്ഞ് സ്പൂണാക്കിയത്. സായിപ്പിൻ്റെ സ്പൂൺ അല്ലേ? കറുപ്പ് പണി ഓൺലൈൻ കിട്ടും. അത് അല്ല അതിൻ്റെ കുറച്ച് കറുപ്പ് പണിയുടെ പറഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വെച്ചാൽ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഈ റൈസ് വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഇതിലാണ്.
ഇത് ചൈനയിലുള്ള ആൾക്കാർ, ഇത് ചൈനയിലുള്ള എംപറർ ചക്രവർത്തിയല്ലേ, അവർ സീക്രട്ടായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം എന്ന് പറഞ്ഞത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഇതിപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ പേരിൽ കറുപ്പകവണി എന്നുള്ള പേരിൽ കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിലുണ്ട് ഈ സാധനം. ഇവിടെ ഉണ്ട്, കിലോയ്ക്ക് 200 രൂപയെങ്കിലും വരും. അപ്പോൾ ഇതിൻ്റെ ഗുണം അറിയുമ്പോഴാണ് അതിൻ്റെ വില കൂടുന്നത്. അല്ലെങ്കിൽ ആർക്കും വേണ്ട, വെറുതെ കിടക്കുന്ന സാധനമാണ്. മട്ട റൈസ് കഴിച്ച് നിങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്, മനസ്സിലായില്ലേ? തന്നിട്ട് അല്ല, അത് ഞാൻ പറയുന്നുണ്ട്, ഇനി പറയാം, അതിനെപ്പറ്റി ഞാൻ പറയാം. അതെ. പക്ഷേ ചില ജെനുവിനായിട്ട് ചെയ്യുന്ന കുറച്ച് പാലക്കാട് ട്രിവാൻഡ്രത്താണല്ലേ, തമിഴ്നാട് നല്ല സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമുണ്ട്. ആ, പാലക്കാടും കിട്ടും. കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതുപോലെ പല വെറൈറ്റി സാധനം കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരേ പാടത്ത് തന്നെ പല വെറൈറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞിട്ടെന്ന് വെച്ചാൽ, ഒരു വളരെ അവശതയായ ഒരാൾക്ക്, പ്രായമായ ആൾക്ക്, അവശനായിട്ട് കിടക്കുന്ന ആൾക്ക് ഇതുപോലെ ഇത് കഞ്ഞി വെച്ച് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ എഴുന്നേറ്റെന്ന് പറഞ്ഞത്. അപ്പം അത്ര ചേഞ്ച് ഉണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വല്ലതൊക്കെ തരുമല്ലേ അവർ, എഴുതിട്ടിരുന്ന എന്തെങ്കിലും ഇങ്ങോട്ട് തരും. ആരാ മാറ്റാൻ പറഞ്ഞേ? അതെ, അങ്ങനെയല്ല. ഞാനിപ്പോൾ ഹോട്ടലിലെ കാര്യങ്ങൾ പറയണില്ല, സാധാരണ ആൾക്കാരുടെ കാര്യം പറയണേ. അതുപോലെ എൻ്റെ ഒരു ക്ലാസ്സിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പഴങ്കഞ്ഞിനെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ ഇരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം 3 ബെൻസ് കാറാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു വൈദ്യനായിരുന്നു, ഫ്രീ ആയിട്ടാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പൈസ എല്ലാം പോയി നടന്നാണ് സ്കൂളിലൊക്കെ പോയിരുന്നത് തന്നെ. അപ്പോൾ ആളാണിപ്പോൾ അച്ഛൻ ചെയ്ത കർമ്മത്തിൻ്റെ ഇത് അനുഭവിക്കുകയാണ് ആൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ബാക്ടീരിയ ഉണ്ട്. നമ്മൾ തൈരോ അല്ലെങ്കിൽ മോരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അതിനുള്ള ബാക്ടീരിയയുടെ ഇത് രാത്രി ഇരിക്കുന്നതോളം അതിൻ്റെ അളവ് കൂടി വരുന്നത്. അപ്പോൾ ഇത് അതായത് പ്രോബയോട്ടിക്കാണത്. അപ്പോൾ അതുള്ള കാരണം തന്നെ ഡൈജഷന് നല്ലതാണത്. പിന്നെ എൻഹാൻസസ് ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ. ഇതിനകത്ത് ആൾക്കാർ പറയുന്ന പല യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇതിനകത്തുള്ള ഇരുമ്പിൻ്റെ അംശം കൂടുന്നു, ഇത് കൂടുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പാത്രത്തിൽ കുറേ സാധനം ഇട്ട് വെച്ചു, പിറ്റേ ദിവസം ആകുമ്പോൾ അതിൻ്റെ അളവ് കൂടുമോ? ഇരുമ്പുണ്ടായിരുന്ന അത്രയും തലേദിവസമിട്ട് അത്ര തന്നെ പിറ്റേ ദിവസം ഉണ്ടാവുള്ളൂ, അത് കൂടുന്നില്ല. പക്ഷേ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ ഒക്കെ ഉള്ളത് കാരണം അത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിപ്പോൾ മറ്റേ ഗ്രീൻ ലീവ്സിലൊക്കെ പച്ചിലകളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിലേക്ക് അത് വലിച്ചെടുക്കുന്നില്ല. ബയോ അബ്സോർപ്ഷൻ അല്ലെ ബയോ അവൈലബിലിറ്റി കുറവാണിപ്പോൾ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മറ്റേ ആ പുളിയൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഇതിൻ്റെയൊക്കെ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞുകൊണ്ടാണ് ഡയബറ്റീസിൻ്റെ മെയിൻ കാരണം അതാണ്. അപ്പോൾ അത് സപ്ലിമെൻ്റ് ചെയ്യാനും ചിലപ്പോൾ അത് എടുക്കില്ല, മൊത്തമായിട്ട് എടുത്തൊന്നും വരില്ല. മാഡം ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, കൂൾസ് ദ ബോഡി. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ജയമാഷാണ് പറഞ്ഞത് അതിനെ പറ്റിയിട്ട്. ഇത് കൂടുതൽ ചോറ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്രിജറേഷൻ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം വരുന്നത്. അടുത്ത ദിവസം ചീത്ത ആവുന്നുണ്ട് ശരിക്കും, പക്ഷേ നമുക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ചീത്ത ആവുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മെൻ്റൽ വെൽനെസ് നല്ല എന്ന് പറയുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗട്ട് ബാക്ടീരിയയും നമ്മുടെ ബ്രെയിനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ബാക്ടീരിയ വരുന്നതനുസരിച്ചിട്ട് ഇതിന് മാറ്റം വരുന്നുണ്ട്. ഈ ചില ഐഡിയാസൊക്കെ ഇനി വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം കൂടെ പറയാൻ പറ്റില്ല, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് മെൻഷൻ ചെയ്യാം. ഇപ്പം പിള്ളേർക്ക് നേരത്തെ ആരാ പറഞ്ഞേ, സ്വാമി മുങ്ങിയ ഉണ്ടാ? വെളിച്ചം പുറകിൽ വെളിച്ചമുള്ള കാരണേ, അല്ല ഹാലോ ഇതല്ല കേട്ടാ, പുറത്തുനിന്ന് ഗ്ലാസ്സിൽ നിന്ന് വെളിച്ചം പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല ആളെ. ഇപ്പൊ ഒരു ഹാലോ മാത്രമേ കാണുള്ളൂ ഒരു ഷെയ്ഡിന്റെ അപ്പുറത്ത്. അപ്പൊ ഈ ആൾക്കാർ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, പലരും ഉപേക്ഷിച്ച് പോകാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് കുറഞ്ഞു വരുവാണെങ്കിൽ, അതായത് ഗട്ടിലെ ബാക്ടീരിയ ഇല്ല,
അത് ഓരോ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിക്കുന്ന ആൾക്കും ബോധമില്ല, ഈ ശരീരത്തിൽ ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന സാധനത്തിനും ബോധമില്ലാണ്ടിരിക്കുകയാണ്. ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിരിക്കുകയാണ്. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ ഉള്ളിലുള്ള സംഗതികൾ എന്തിനെ അറ്റാക്ക് ചെയ്യണമെന്ന് സ്വന്തം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. എല്ലാത്തിനും ഇങ്ങനെ അവനവനെ തന്നെ ശത്രുവായിട്ട് കാണുകയാണ്. അപ്പോൾ വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള, മാഷ് എപ്പോഴും പറയണം ഉള്ളിൽ എല്ലാം ഉള്ളിലേക്ക് പോകാൻ പറഞ്ഞത്, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾക്ക് എതിരായിട്ടുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വില എന്താണെന്നൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല. പഴങ്കഞ്ഞി കഴിച്ചവൻ്റെ അവസ്ഥ കണ്ടില്ലേ, 3 ബെൻസിലാണ് പോണേ. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള ഈ ബിഷപ്പുരന്മാർക്ക് വേണ്ടിയിട്ട് ഐഡിയാസ് ഉണ്ടാക്കുക. അത് ഞാൻ പറഞ്ഞ ചില സംഗതികളൊക്കെ വരും. ആദ്യമേ ഒരു വാണിങ്ങും ഒരു ബോണസും ഞാൻ പറയേണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സമയം നോക്കിയില്ലായിരുന്നു കേട്ടോ. ഇത് സമയമായോ? കഴിഞ്ഞോ? ഇപ്പോൾ ഇത്തിരി ഫാസ്റ്റായിട്ട് പോകണം, അല്ലെങ്കിൽ ലാസ്റ്റ് പറയാനുള്ളത് മിസ്സായി പോകും. ഇത് ഒന്നും ആയിട്ടില്ല, ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല. അപ്പോൾ ഇത് അറിയാമല്ലോ, ഇതിന് വിളമ്പുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ നടുക്കുള്ള സംഭവമാണ് ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ചുറ്റുമുള്ള സാധനങ്ങളാണ് നമുക്കുള്ള ഡിഫൻസിനുള്ള സാധനങ്ങളാണ് അപ്പുറത്തേക്ക് കാണുന്നത്. ഈ താഴെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ച് കഴിക്കണം. പായസം, മധുരമുള്ള സാധനങ്ങൾ, അതിൽ പാൽപ്പായസം പ്രത്യേകിച്ച്. അതായത് നമ്മൾ റിഫൈൻ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് റിഫൈൻ ചെയ്യേണ്ടത്, അല്ലാണ്ട് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ റിഫൈൻ ചെയ്ത് കഴിക്കരുത്. ഈവൻ നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ, വളരെ പ്യൂറായിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടർ, അതായത് ഡീമിനറലൈസ്ഡ് എന്താ പറയുക, ഡബിൾ ഡിസ്റ്റിൽ വാട്ടർ ഉണ്ട്, ഏറ്റവും പ്യൂറായിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടർ. അത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ ചത്തു പോകും. അൾസർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ടത്, അതായത് മറ്റേ പാൽപ്പായസത്തിൽ ചേർക്കുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര റിഫൈൻ ചെയ്ത സാധനമാണ്. അത് കഴിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഇത് തീരില്ല കേട്ടോ, 15 മിനിറ്റിൽ തീരില്ല. അപ്പം ഞാനിപ്പോൾ ഇത് കാണിക്കാനുള്ള വേറെ കാര്യം കൂടി ഉണ്ട് ഇതായിട്ട് ബന്ധപ്പെട്ട്. ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സദ്യ, വെർച്വലായിട്ടുള്ള സദ്യ നിങ്ങൾക്ക് തന്നേക്കുന്നു. ഇതൊക്കെ പിടിച്ചോട്ട് ചുമന്നുകൊണ്ടൊന്നും ഇതിന് വേണ്ടിയിട്ടാണ് കാണിച്ചതിൻ്റെയൊക്കെ. ഇനി വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പായസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സ്വയം പുകഴ്ത്തുകയാണെന്നൊന്നും വിചാരിക്കരുത്. ഇതേ മാഡം എന്നെ പുകഴ്ത്തി. എന്തായാലും ഈ പായസം 10 കൊല്ലം വരെ കേടാവാതിരിക്കുന്ന ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഞാൻ അതിലെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പായസത്തിന് പല പ്രോഡക്ട്സും ചെയ്യാതെ വരെ, പക്ഷേ പായസം ചെയ്യാൻ പറ്റില്ല, അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഞാനത് പിരിഞ്ഞു പോകാത്ത രീതിയിലുള്ള ടെക്നോളജി എങ്ങനെയോ എൻ്റെ കയ്യിൽ വന്നു. അതിങ്ങനെ ചെയ്തു കൊടുത്തിട്ട് കമ്പനി ചെയ്യുന്നുണ്ട്. അവർ മാത്രമേ ചെയ്യുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അല്ല, അങ്ങനെയല്ല സാറേ, മാഷെ തെറ്റിദ്ധരിക്കരുത്. അത് ടെക്നോളജി ഓൾറെഡി ഉണ്ട്. അതിൽ ഞാൻ ഈ പായസത്തിൻ്റെ മാത്രം അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, അത് ഈ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അതും പറയണമെന്നുള്ളൊരു സംശയം. എന്തായാലും പറയാം. എൻ്റെ അച്ഛൻ്റെ വല്യമ്മ അവിടെ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു ദിവസം പായസം കൊടുത്തു ഗുരുദേവന്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്പം ഉപ്പിട്ടാൽ നന്നാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് അറിയാണ്ട് ചെയ്യുമായിരുന്നു. കാര്യം ഇതിൻ്റെ വലിയ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യുന്നതല്ല. അപ്പോൾ കുറച്ച് ഇത് ചേർക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് ആൾക്കാർക്ക്. പക്ഷേ ഇത് ഗുരുദേവൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഞാൻ ഇപ്പോൾ 2 മാസം പറയണത്. അപ്പോൾ ആ വല്യമ്മയുടെ മകൻ മരിച്ചു അടുത്ത്. അപ്പോൾ ആ മരിച്ചപ്പോഴാണ് അതിൻ്റെ കമൻസ് ഇങ്ങനെ ഇതിൽ വരണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പിൽ വരണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ടാണ് ഇങ്ങനെ ഗുരുദേവൻ പറഞ്ഞത്. അതുപോലെ കുമാരനാശാൻ അവിടെ നിന്നാണ് ലാസ്റ്റ് കഞ്ഞി കുടിച്ച് റെഡീമറിൽ പോയത്. അപ്പോൾ അങ്ങനൊരു കണക്ഷൻ ഉണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വാചകം മറന്നു. അതുകൊണ്ടൊന്ന് നമ്മുടെ ഈ ആൾക്കാർ പറയാറില്ല, അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് പോലും മനസ്സിലാവുമെന്ന് പറയുന്നില്ലേ? അല്ല, മലയാളിക്ക് മനസ്സിലാവുമെന്ന് പറയാറില്ലേ? അതൊന്ന് കറക്ഷൻ ഉണ്ട്. മലയാളിക്ക് പോലും മനസ്സിലാവുന്നുള്ള ലെവലാക്കണം. നേരത്തെ പറഞ്ഞില്ലേ, മട്ട തിന്ന് മണ്ടനാക്കുന്ന
അവസ്ഥയാണ്. അപ്പോൾ അരിയാഹാരം കഴിച്ച് മണ്ടനായിക്കൊണ്ടിരിക്കുക, ബുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് ആ പഴയ ചൊല്ല് ഉപയോഗിക്കരുത്. മലയാളി സ്മാർട്ടാന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടിങ്ങനെ, പക്ഷേ പോയി. പണ്ട് കറക്റ്റായിരുന്നു, ഇപ്പം ആ അരിനെ റിഫൈൻ ചെയ്തുകൊണ്ട് അതിനകത്തുള്ള ഗുണമെല്ലാം പോയി. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇതൊക്കെ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. എന്നാലും ഇത് മറ്റേ നറുനണ്ടി കഴിച്ചിട്ടുള്ള സോഡാ സർബത്തൊക്കെ നറുനണ്ടിയൊക്കെ ഇട്ടിട്ടുള്ള അത് കഴിച്ച് ഈ 1 മാസത്തിനുള്ളിൽ കഴിച്ചാരെങ്കിലും ഉണ്ടോ അവിടെ? ഇന്നലെ കഴിച്ചത് വേണ്ട, അത് വേണ്ട, ഒരാളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി, ആൻറ്റി ക്യാൻസർ, ആൻറ്റി മൈക്രോബിയൽ, ലിവർ പ്രൊട്ടക്ഷനൊക്കെ പറയുന്നുണ്ട്. ഇവരറിയോ? ഇവർ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരാണ്. ഫിസിയോളജി ആൻഡ് മെഡിസിന് ഇപ്പോൾ കിട്ടിയേക്കുന്ന നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരാണ്. ഇവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ റെഗുലേറ്ററി ടി സെൽസ് എന്നിട്ട് സംഗതിയുണ്ട്. ഡിഫൻസ് സിസ്റ്റത്തിലുള്ള, ഡോക്ടർക്ക് അറിയാമല്ലോ അല്ലേ എന്താ അത് റെഗുലേറ്ററി ടി സെൽസ് എന്ന് പറഞ്ഞാൽ? ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നതല്ല, റെഗുലേറ്ററി, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ വായിക്കണില്ല. അപ്പോൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഓട്ടോമ്യൂൺ ഡിസീസൊക്കെ വരില്ലേ, അത് ഈ പറഞ്ഞ പോലെ ബോധമില്ലാണ്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ ആ ബോധമില്ലാത്ത സാധനത്തിന് പിടിച്ച് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് റെഗുലേറ്ററി ടി സെൽസ്. അത് എന്താ ഇവിടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈമസിൽ നിന്നാണ് ഈ മറ്റേ ഇതിനെയൊക്കെ ഇതിനെ ട്രെയിൻ ചെയ്ത് ബോൺ മാരിൽ ഉണ്ടായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് അതിനെ ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് വിടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചക്ര ഉണ്ടെന്ന് പറയുന്നുണ്ട്, തൈമസ് ചക്ര. വിശുദ്ധിയല്ല. അപ്പോൾ നമ്മൾ ഹാർട്ടിൽ ഇത് ചെയ്യും, നമ്മൾ റേക്കിയുടെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കൈ അവിടെ മാഷ് പറഞ്ഞ ഒരു കൈ മുകളിലും വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ തൈമസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു മന്ത്രമൊക്കെ ഉണ്ട്, ഞാൻ പറയണില്ല, അത് ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഇത് തന്നെ ശരിയാണെന്ന്. അപ്പോൾ ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഹൂം ടി സെൽസ് ഇവിടെയാണ് അതിനെ ട്രെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ബോൺ മാരൽ ഉണ്ടായിട്ട് തൈമസിലാണ് അതിനെ ട്രെയിൻ ചെയ്തിട്ട് ഓരോ ഇതിലൊക്കെ ആയിട്ട് മാറ്റി വിടുന്നത് അവിടെ നിന്നാണ്. അല്ലല്ല, അത് വരുന്നുണ്ട്. അത് സമയമുണ്ടോയെന്ന് അറിയില്ല, അത് പറയാനുണ്ട്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതിലേക്ക് എത്തുമെന്ന് അറിയില്ല, അടുത്തേക്ക് പോവാം. ഇത് ബീട്രൂട്ട്, അത് നൈട്രിക് ഓക്സൈഡ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കും. ബ്ലഡ് മറ്റേ ഓക്സിജൻ്റെ ലെവൽ ബ്ലഡിൽ കൂടാൻ സഹായിക്കും എന്ന് പറയുന്നു. സ്റ്റാമിന, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീറ്റാസൈനാണ് അതിനകത്ത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അടുത്തത് നെല്ലിക്ക, അറിയാമല്ലോ, അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലുള്ള സാധനങ്ങൾ ബയോആക്റ്റീവ് കമ്പൗണ്ട്സ്, എംബ്ലിക്കാനിൻസ്, ഗാലിക് ആസിഡ്, എലാജിക് ആസിഡ്, ഈ 3 സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ വൈറ്റമിൻ സിയുടെ 10 ഇരട്ടി പവറുള്ള സാധനമാണ് ഈ എംബ്ലിക്കാനിൻസ് പറഞ്ഞത്. അത് ഏറ്റവും കൂടുതലുള്ളത് ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇത് കഴിച്ചാലുള്ള ഗുണം മനസ്സിലാക്കുക. ഇനി മുരിങ്ങ, അതായത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഇതിനകത്ത് നിന്നൊക്കെ വളരെ ഇരട്ടി ഇൻഗ്രീഡിയൻസ് ഉള്ള സാധനമാണ്. സൂപ്പർ ഫുഡിൽ വരുന്ന സംഗതിയാണത്. അപ്പോൾ ഇത്രയും അസുഖങ്ങളൊക്കെ അത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും, മാറ്റാനും സഹായിക്കുന്നതാണ്. അത് ജെനുവിൻ ആണോന്ന് അറിയാൻ പറ്റില്ല. ഇനി അതിൻ്റെ പൗഡറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. സ്വീറ്റ് പൊട്ടറ്റോ, അതിങ്ങനെ കളറുള്ളൊക്കെ ഉണ്ട്. കളറുള്ളതിന് അതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ കൂടുതലാണ്. കാര്യം അത് ആൻതോസൈൻ എന്നുള്ളതാണ്. മറ്റേ പർപ്പിളിൽ, ഓറഞ്ചിൽ മറ്റേ വൈറ്റമിൻ എയുടെ പ്രിക്കോസറാണ് ബീറ്റ കാരോട്ടിൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കാഴ്ചയ്ക്ക് നല്ലതായിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് സ്റ്റാർച്ചാണ്, അത് കാരണം ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് പറയണം. നാച്ചുറലായിട്ട് തന്നെ റെസിസ്റ്റൻസ് സ്റ്റാർച്ചാണ്, നമ്മൾ വേറെ പ്രോസസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതെല്ലാം. ക്യാരറ്റിൻ്റെയും ഇതുപോലെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, നമ്മൾ കുറച്ച് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കണ്ണിനാണ് മെയിനായിട്ട് ഗുണം കിട്ടുന്നത്. പിന്നെ ക്യാബേജ് 2 ടൈപ്പ് ഉണ്ട്. ഇതിനാണ് ഗുണം കൂടുതലുള്ളത്, മറ്റേ റെഡിനാണ് ആൻതോസൈൻ കൂടുതലുള്ളത്, അതിലാണ് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുള്ളത്. അടുത്തേക്ക് പോട്ടെ. തണ്ണിമത്തനിൽ മറ്റേ സൂപ്പർ ഓക്സൈഡ് ഡെസ്മിറ്റേഴ്സ് എന്നിട്ട് സാധനമുണ്ട്. അത് ഈ പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്.
കുമ്പളങ്ങ നമ്മുടെ ഇതൊക്കെ തണുപ്പിക്കാൻ ഉള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ഇതിൽ പോണ ആൾക്കാർ ഇത് കഴിച്ചാൽ നല്ലതെന്ന് പറയുന്നുണ്ട്. ഉണ്ടെന്ന് പറയാം. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടില്ല, അറിയില്ല എന്താണെന്നുള്ളത്. ഇത് പരിപ്പ് പയർ അങ്ങനത്തെ ഐറ്റംസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ പലരും അനുഭവജ്ഞാനത്തിൽ നിന്നാണ് പറയാം പല കാര്യങ്ങളും. ഇപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് അനുഭവിച്ചിട്ടുള്ള അനുഭവമുള്ള ആളാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ അവസാന സമയമാണ് ഈ പറയാം. ഇതിനകത്ത് മറ്റേ ആന്തോസൈൻ ഉണ്ട്. ഈ പറഞ്ഞ പ്രോപ്പർട്ടി എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും പ്രോപ്പർട്ടി. പിന്നെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ഉള്ളതാണ് ഇതിനകത്ത്. അതാണ് അതിൻ്റെ കണ്ണ് നീറാനുള്ള കാരണം. അതാണ് അതിൻ്റെ ഇതൊക്കെ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ അത് ഹെയറിൻ്റെ ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നുണ്ട്. മറ്റേ താരൻ പിന്നെ ഇത് മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ഡയറക്റ്റ് അപ്ലൈ ആണെങ്കിൽ. ഇവിടെ അമീബിക് മെനിഞ്ചോസെഫലൈറ്റിസ് ഇല്ലേ, എൻസെഫലൈറ്റിസ്, അതുണ്ടാക്കുന്ന എന്തോ അത് പറയാൻ വിട്ടുപോയി ഞാൻ. കാര്യം ഇത് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് താഴത്ത് പിടിച്ചത്. അതെന്താ വെച്ചാൽ നമ്മൾ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് നമ്മുടെ ചൈനീസ് ഫുഡല്ല, നമ്മുടെ കുറേ ഇവിടെയുള്ള എല്ലാ ഫുഡിലും അവർ ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന സാധനം. ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന നമ്മുടെ അജിനോമോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമാണ്. അതുള്ള കെമിക്കലിൻ്റെ പേരാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറഞ്ഞത്. അത് ഗ്ലൂട്ടാമിക് ആസിഡാണ്, അമിനോ ആസിഡാണ്. അമിനോ ആസിഡിന് ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ നാക്കിലെ രസമുകുളങ്ങളെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും അല്ലേ? എനിത് അങ്ങനെയാണോ? എനിത് കാര്യമായിട്ട് നോക്കണ്ട, ശരിയല്ലേ? ചേർക്കണ്ടോ ഈ പറഞ്ഞ സംഭവം? എല്ലാവരും ചേർക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് സാധനം, ബ്രെയിൻ സെൽസിനെ. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ അതിനകത്ത് എക്സൈറ്റോടോക്സിറ്റി എന്നുള്ള പ്രശ്നം വരുന്നുണ്ട് അവിടെ. അത് ഈ പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, സ്ട്രോക്ക് ഉണ്ടാക്കാം. ഇത്തരം കാര്യങ്ങൾ അത് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആക്ഷനെ കുറയ്ക്കുന്നൊരു സാധനമാണ് ഈ ഇതിലുള്ള അലിസിൻ എന്ന് പറഞ്ഞ സംഗതി, ഈ വെളുത്തുള്ളിലുള്ള. അപ്പോൾ അലിസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അലിസിൻ്റെ 70 ഡിഗ്രിയുടെ മുകളിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലിസിൻ്റെ പ്രോപ്പർട്ടി പോകും. അപ്പോൾ നമ്മൾ മലയാളി ചെയ്യുന്ന ഒരു മണ്ടത്തരം അതാണ്. ഇതിനിട്ടിങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന കാരണം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ചൈനക്കാർ അങ്ങനെയല്ല, വാട്ടിയെടുക്കണം. അത് കാരണം അത് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ചൈനക്കാർക്ക് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. നമ്മളെ പോയി. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താണ് മസ്തിഷ്ക ജ്വരം വരുത്തുന്ന അമീബയ്ക്ക് എതിരായിട്ട് വേണമെങ്കിൽ തിയററ്റിക്കലി, കാരണം വെച്ചാൽ ഇത് സാധാരണ അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്ന അമീബയ്ക്കെതിരെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇത് വെളുത്തുള്ളി മരുന്നുള്ള മരുന്നാണ് കൊടുക്കണേ. പക്ഷെ ഇപ്പോൾ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ ലാബിൽ ഈ അമീബയ്ക്കെതിരെ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും ബ്രെയിനിലെത്താൻ പറ്റില്ല. ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാത്തിനും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തിയററ്റിക്കലി ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ബ്രെയിനിൽ എന്തെങ്കിലും സംഭവം വന്നാൽ ഇതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈദ്യർക്ക് പുതിയൊരു മരുന്നുണ്ടാക്കാം. അത് ഞാൻ പറഞ്ഞു, ചില മരുന്നുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ്. എനിക്ക് അതിന് ലൈസൻസ് ഇല്ല കേട്ടോ, എന്നെ പിടിച്ച് അകത്തിരും. അപ്പോൾ അടുത്തേക്ക് പോട്ടെ. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കും കേട്ടോ. കൊളസ്ട്രോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മഞ്ഞൾ അങ്ങനെ കേട്ട് മടുത്തിരിക്കുന്ന സംഗതിയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. കുർക്കുമിനാണ് അതിനകത്തുള്ള കുർക്കുമിനോയിഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി തരുന്നത്. കുരുമുളക് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കൂടുതലൊന്നും പറയാനില്ല അതിനെപ്പറ്റി. അതൊരു പൈപ്രിൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അത്. അപ്പോൾ ഈ പൈപ്രിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ഞളിൻ്റെ എഫക്റ്റിനെ ഈ ഒരു 2000 ഇരട്ടിയായിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റികളാണ്. അപ്പോൾ അതിനാണ് US പേറ്റന്റ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇത് കാന്താരി മുളക് ഈ പറഞ്ഞ പോലെ കുറേ പ്രോപ്പർട്ടീസ് അതിനുണ്ട്. പിന്നെ ഇതൊരു ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളകുണ്ടാകുന്നത് ഇവിടെയാണ്, ആസാമിലാണ്. ബൂത്ത് ജൊലോക്കിയ എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ഇവിടെയുള്ള അതിൻ്റെയൊക്കെ 1,00,000 കൂടുതൽ ഇരട്ടി എരിവുള്ള സാധനമാണിത്. നല്ല ഡിമാൻഡുള്ള, പുറത്ത് നല്ല എക്സ്പോർട്ട്. ഇവിടെ അധികം വരാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ മെയിൻ അമൃതേശൻ. അപ്പോൾ അവരുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മുളകുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം. ഇങ്ങനത്തെ ഒരു മുളക് അവിടെ ഉണ്ട്, ഭയങ്കര എരിവാന്ന് പറഞ്ഞിട്ടുണ്ട്. നെയ്മുളക് എന്താ പറഞ്ഞത്? അല്ലല്ല, നാടനല്ല, അത് മറുനാടനാണ്. നെയ്മുളകെന്ന് പറയുന്നത് അവിടെ. കാന്താരി മുളകിൻ്റെ കൂട്ടത്തിലാണ് അവർ കൂട്ടുന്നത്. അത് ഞാനത് നോക്കിയിട്ട് സീഡൊന്നുമില്ല, സീഡ്ലെസ് ആയിട്ടാണ് പറയുന്നത്. ഇത് സിന്നമൺ ഈ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഉണ്ട്. പട്ട
അറിയാമല്ലോ അല്ലേ, ഇപ്പോൾ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് സിലോണിൽ ഒരു ബിസിനസ് ബൂസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്തൊരു സാധനം കൊണ്ട് അത് കാരണം നമ്മുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ലിവറിനും അതറിയില്ല. സിലോണിൽ നിന്ന് കഴിക്കണം, ഇവിടുന്ന് കഴിച്ചാൽ പണി കിട്ടുന്നില്ല. എനിക്കറിയില്ല. പിന്നെ അത് കൗമാരൻ എന്നൊരു സംഗതി ഉണ്ട്, അത് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അത് അതിൻ്റെ അളവനുസരിച്ചായിരിക്കും അസുഖം വരാൻ പോണത്. ശരിയാണെന്ന് എനിക്കറിയില്ല. ഇത് ഓതൻറ്റിസിറ്റി പറഞ്ഞ പോലെ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ഇപ്പോൾ സൂപ്പർ ഫുഡ് എന്ന് വിചാരിക്കുന്ന ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഞാനത് ചേർത്ത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഏലക്കയുടെ ഗുണമൊക്കെ നിങ്ങൾക്ക് അറിയാം, കൂടുതൽ പറയില്ല അതിനെ പറ്റിയിട്ട്. ഗ്രാമ്പൂവിൻ്റെ യൂജിനോൾ എന്ന് പറഞ്ഞാണ് ആക്റ്റീവ് കമ്പോണൻറ്റ് വരുന്നതിനകത്ത്. എന്തൊട്ട് തേങ്ങയാന്നല്ലേ തൃശ്ശൂരുകാർ വളരെ കൂടുതലും നേരിട്ടില്ല. അതിനകത്ത് ഗാലിക് ആസിഡ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പറയാനെ പറ്റിയിട്ട്. റാഡിഷ് വൈദ്യുതി എന്തെങ്കിലും ഉപയോഗിക്കേണ്ടത്. ഇത് ലിവർ ഡീടോക്സിഫൈ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഡീടോക്സിഫൈ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്തോ സാമ്പാറിൻ്റെ കൂടെ ഇടാൻ പാടില്ല എന്ന് പറയുന്നത്, എന്തോ വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. അതിനകത്തുള്ള എന്തോ എനിക്ക് ഈ ഉഴുന്നായിട്ട് ഇഡ്ഡലി ദോശ കഴിക്കുമ്പോൾ ഉഴുന്നും ഇതായിട്ട് മാച്ചാവില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ അവരായിരിക്കും പറഞ്ഞത്, നമ്മൾ ബുദ്ധി കൂടണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞായിരിക്കും ചിലപ്പോൾ. എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാവാം. ബ്രൊക്കോളി, ഇതിനകത്ത് സെലീനിയം കൂടുതലുണ്ട്. സെലീനിയം ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. ടൊമാറ്റോ, ഇതിൽ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഉള്ളത്, റെഡ് കളർ വരുന്ന ലൈക്കോപ്പീനാണ് മെയിനായിട്ട്. അത് മറ്റേ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് എഫക്റ്റീവാന്ന് പറയുന്നു. ഇനി ഈ പറഞ്ഞ പോലെ ഒരു സർപ്രൈസിനകത്തുള്ളത് ഒമേഗ 3 നമ്മുടെ കൊഴുപ്പച്ചീര കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ല, ഈ കൊഴുപ്പച്ചീരയിൽ ഒമേഗ 3 ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് കഴിച്ചാൽ നല്ലതാണ്. പക്ഷെ അത് ഉണ്ടാവുന്ന സ്ഥലം ഇത്തിരി മോശമാണ്. വെള്ളത്തിൻ്റെ സൈഡിലൊക്കെയാണ്, മാർജിനൽ ആ ഭാഗത്താണ് ചെളിയൊക്കെ സ്ഥലത്ത് ഉണ്ടാവുക. അതുപോലെ പൊന്നാങ്കണ്ണി ചീര, അത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടും. അതിൻ്റെ പകൽ വരെ നക്ഷത്രം കാണാമെന്നാണ് പറയണത്. ഇനി കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളതിൻ്റെ വില കേൾക്കുമ്പോൾ നക്ഷത്രം ഇടുന്നുണ്ട്. അത് അറിയില്ല ആൾക്കാർക്ക് ഇതിനെ പറ്റി കൂടുതൽ. പിന്നെ ഈ ചീരയുടെ ഒരു വിത്ത്, പ്രത്യേക ടൈപ്പ് ചീരയാന്ന് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലുള്ള, അതിൻ്റെ അരിയിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ചില സാധനങ്ങൾക്ക് USFDA ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിച്ചാൽ ഗുണമുണ്ടാവുന്ന കാരണം, ഗുണമില്ലാത്ത കാരണമല്ല. കൂടുതൽ പറയാനില്ല അതിനെപ്പറ്റി. വൈറ്റമിൻ C അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. പപ്പായ, അത് ബീറ്റ കരോട്ടീൻ ലൈക്കോപ്പീൻ ഒക്കെ ഉള്ളതാണ് അത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് മാറുമോ വൈദ്യുതി? മാറിയിട്ടില്ലാണ്. ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ട് മാറിയിട്ടില്ലാണ്. ഇത് നിർമ്മലാനന്ദ സ്വാമി കൊടുക്കണമെന്ന്. ഉണക്കി പൊടിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഡെയിലി കുടിച്ചോണ്ടിരിക്കണം, നിർത്താൻ പാടില്ല. അസുഖം അങ്ങനെ മാറില്ല, കൺട്രോളിലാവും. ഞാൻ പറയുന്നത് ആരും ഇതൊന്നും കൊടുക്കരുതിട്ടാ, എന്നെ അകത്താക്കാൻ ശ്രമിക്കരുതാരും. ഇതറിയാലോ അല്ലേ, വെസ്റ്റ് ഇന്ത്യൻ ചെറി, മലയാളം പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് ഇടാൻ കാരണം വെച്ചാൽ അത് ആന്തോസൈൻ ഉള്ളതാണ്. സാധാരണ ആൾക്കാർ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാറില്ലെന്നുണ്ട്, വെറുതെ ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ആന്തോസൈൻ ഉണ്ട്, നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ മൾബറിയിലും ഇതുപോലെ ആന്തോസൈൻ നല്ല അളവിലുള്ളതാണ്. അതുപോലെ പറയാം സമയമുണ്ടെങ്കിൽ, ഇടയ്ക്ക് എന്നെ ചോദിച്ചോണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ DNJ എന്ന് പറഞ്ഞ സാധനം, ഞാൻ പേര് വായിക്കാനുള്ള ഇത്തിരി ബുദ്ധിമുട്ട് വായിക്കാനുണ്ട്. ആ DNJ എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ടാണ് ഇതിന് ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടികളാണ്. പല ആൾക്കാരും ഇതിൻ്റെ ഇലയെടുത്ത് കഷായം വെച്ച് കുടിക്കുന്നുണ്ട്, ഷുഗർ കുറയും. അതിന് ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഇത് കുറയുന്നത്. അപ്പോൾ നമ്മുടെ ദേവത പ്രത്യക്ഷപ്പെടാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഷുഗർ കെയിൻ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇത് റിഫൈൻ ചെയ്തിട്ട് ഷുഗർ ആക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ, ആ കഴിക്കുന്ന സാധനം കൊണ്ടുള്ള ദോഷങ്ങളാണ് കൂടുതലായിട്ടും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ദോഷം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റോ ആയിട്ടുള്ള ഇതിനകത്തുണ്ട്. അപ്പോൾ ഷുഗർ കെയിൻ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറേ അസുഖങ്ങൾ മാറി കിട്ടുകയും ചെയ്യും. അത്
ഒരെണ്ണം കണ്ടേക്കെന്ന് വെച്ചാൽ നമ്മുടെ ഡെങ്കിപ്പനിയും കോവിഡിനൊക്കെ ഇത് എടുത്തിട്ട് നല്ല ഇഫക്റ്റ് കണ്ടിട്ടുണ്ട്. അതും മറയൂരുള്ള ഒരു പ്രത്യേക ടൈപ്പ് കരിമ്പിൻ്റെ ജ്യൂസ് കൊടുത്തപ്പോൾ അങ്ങനെ എഫക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എഫക്റ്റ് ജാഗറിയിലുണ്ടാകും കുറേശ്ശെ. പിന്നെ ഈ മൊളാസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ സെപ്പറേറ്റ് ചെയ്ത് ബാക്കി വരുന്ന സംഗതിയാണ്. അത് മറ്റേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുമെന്ന് പറയണേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. മധുരം ഉണ്ടെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് മെയിൻ ഒരു കാരണം ഇപ്പോഴത്തെ ഡയബറ്റീസിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇത് അധികം റിഫൈൻ ചെയ്ത സാധനമാണ് ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നത്. വേറെ ബ്രൗൺ ഷുഗർ അല്ല കേട്ടോ, ഇത് മധുരമുള്ള ബ്രൗൺ ഷുഗറാണ്. മറ്റേ ടേസ്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇതിലും ആന്തോസൈൻ ഉള്ളതാണ്. ഇത് പറഞ്ഞാൽ കുറേ അധികം ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു സാധനമാണിത്. ഇതിപ്പോൾ ഈ മക്കാന എന്ന് പറഞ്ഞ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് പഫ് ചെയ്തെടുക്കുന്ന സംഗതിയാണ്. പൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പഫ് ചെയ്തെടുക്കുന്ന സംഗതിയാണ്. അതിനിപ്പോൾ പറഞ്ഞ റേറ്റൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഈ സൂപ്പർ ഫുഡ് ആക്കിയിട്ട് അതിന് വില കൂട്ടിയേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറേ ആൻറ്റി ഓക്സിഡൻസും സംഗതികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി എണ്ണം പറഞ്ഞത് പിന്നെ ചിലപ്പോൾ നമ്മുടെ വൈദ്യർക്ക് ഇഷ്ടപ്പെടില്ല. താമരയുടെ ഇതള കഴിച്ചു കഴിഞ്ഞാൽ ഈ ചില കേസിൽ, എല്ലാ കേസിലും അല്ല, ഈ മറ്റേ എന്താ പറയുക ഗാംഗ്രീൻ ഡയബറ്റീസ് കൊണ്ട് വരുന്ന ആ പഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ സഹായിക്കുമെന്ന് പറയുന്നു. ഈ ഗണാധിയുടെ കയ്യിൽ മുരുകന്റെ കയ്യിൽ എന്തൊക്കെ എന്താണെന്ന് പറഞ്ഞു കോമൺ നെയിം പറഞ്ഞാൽ മതി. ആയുധങ്ങൾ എന്നല്ല പറഞ്ഞു. ഇവിടെ ആയുധങ്ങളല്ലേ ഇരിക്കണം. ആയുധം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വെപ്പൺ എന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നത് ടൂൾസ് എന്ന് പറയാ, ഉപകരണം. ശരിയാണോ? അല്ലെ, എന്റെ ഡെഫിനിഷൻ ആയിട്ട് അത് ശരിയാണെന്നില്ല. അപ്പൊ ഈ കയ്യിലിരിക്കാൻ നമ്മുടെ പുള്ളി നീട്ടി തരാണ്. പുള്ളി രണ്ടൊക്കെ കഴിക്കുന്നത് മറ്റേ കപ്പലിന്റെ ഒക്കെ കഴിക്കും. പുള്ളി നമുക്ക് നീട്ടി തരുന്ന സാധനത്തൊന്നുമില്ല. കോൺഗ്രാനൈറ്റാണ് പുള്ളി നീട്ടി തരണം. നിങ്ങളുടെ ഉള്ളിലുള്ള ശത്രുക്കളെ ഓടിക്കാനുള്ള മെയിൻ സാധനമാണത്. അതാണ് അദ്ദേഹം എടുത്ത് കയ്യിൽ നീട്ടി തരുന്നത്. ആരും കണ്ടിട്ടില്ല. ഏത് എന്റെ ഗുണം നടന്നില്ല, ഈ രീതി കണ്ടിട്ടില്ല. ഇത് ബോംബോലും അറിയാൻ വേണ്ടി വെച്ചാൽ ആയുധം തന്നെ കഴിച്ചിരുന്നേ അല്ല. പിന്നെ ഈ പറഞ്ഞ താമര, പിന്നെ കരിമ്പ്. കരിമ്പിന്റെ കാര്യം പറഞ്ഞു. അത് അടിക്കാൻ പറ്റുള്ള സാധനമൊന്നുമില്ല, അമ്പ ചെയ്യാനുള്ള സാധനമൊന്നുമില്ല. നിങ്ങൾക്കിപ്പം മരുന്നാണ് പുള്ളിയിട്ട് നീക്കി തരണേ. പിന്നെ എന്തെങ്കിലും നെല്ലുണ്ട്. അതൊക്കെ നല്ലത് കഴിച്ചാൽ ഈ പട്ടിലെ കുളം കിട്ടുന്നതാണ് പുള്ളി കാണിച്ചു തന്നെ. ബാക്കിയുള്ള ശത്രു എക്സ്റ്റേണൽ എനിമീസിനെ കളയാനുള്ള ബാക്കി സാധനങ്ങൾ അതൊക്കെ തലക്കിട്ട് കൊട്ടൊക്കെ തരും. ഇതല്ല, നിങ്ങളെ ആരോഗ്യം നന്നാക്കാനുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇതൊക്കെയാണ് ബോംബില്ലാത്തത്. അതെല്ലാം ഇനി പറയാം. ഇതറിയാലോ അല്ലേ, ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന്റെ ഇതെല്ലാം ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇതെല്ലാം ആന്തോസൈൻസിന് വളരെയധികം ഉള്ളതാണ്. ഇതിന്റെ കുരു ഉണക്കി, വെള്ളയുടെ കുരു ഉണക്കി പൊടിച്ച് മന്തിന് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മന്തിന് വേറെ മരുന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഇല്ല, അത് സിദ്ധയിലുള്ള കേട്ടോ. പറയണമല്ലോ. ഇതിനകത്തും ഈ ഒമേഗ 3 ഒക്കെ ഉള്ളതാണ്. കഴിക്കുന്നത് ഡെയിലി കുറേശ്ശെ കഴിക്കുന്നത് നല്ലതാണ്. കൂടുതൽ കഴിക്കരുത്. കേൾക്കണ്ടല്ലോ അല്ലേ, കുറേശ്ശെ കഴിക്കുക. പിന്നെ ഇതിൻ്റെ ആൽമണ്ട്സിൻ്റെ കേസിലൊരു കോൺട്രവേഴ്സി ഉണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല. അതിൻ്റെ തൊണ്ട് കഴിച്ചാൽ നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. പക്ഷേ ചിലർ ഇതെല്ലാം കളഞ്ഞിട്ട് കഴിക്കുന്നത്. എനിക്കറിയില്ല, നമ്മുടെ അരിയുടെ തവിടെ കളഞ്ഞ് കഴിക്കുന്ന പോലെയാണോ എന്നറിയില്ല. എന്തായാലും ഈ പറഞ്ഞ ഒമേഗ 3 ഇതിലും ഉണ്ട്. പിസ്തയിലും ഈ പറഞ്ഞ സംഗതിയിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കപ്പലണ്ടി അല്ലെങ്കിൽ കടല എന്നൊക്കെ പറയും ചില ഏരിയയിൽ, നിലക്കടല. ഇതിൻ്റെ കൂടുതൽ ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിൻ്റെ ആ തൊലിയിലാണ്. അത് കളഞ്ഞിട്ട് എല്ലാവരും കഴിക്കുന്നത്. അപ്പം അതിൽ മറ്റേ കോയിൻസൈം ക്യൂട്ടൻ എന്ന് പറഞ്ഞ സംഗതി, അത് സ്ട്രോക്കൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന സാധനമാണ്. അതിന് ആന്തോസൈൻസ് ഉണ്ട്. അത് നമ്മൾ കഴുകുമ്പോൾ എല്ലാം പോകും. അത് ഈ തൊണ്ട് കളഞ്ഞില്ലെങ്കിൽ കഴുകുമ്പോൾ ഇത് പോണാണ്. ചുമന്ന ഒരു കളർ വെള്ളം കണ്ടിട്ടില്ലേ, അത് അങ്ങനെ അത് പോകുന്നത്. പുഴി കഴിക്കണം നല്ലതെന്ന് പറയുന്നു. അത്
ഇതിൽ മറ്റേ ഷെല്ലുണ്ടല്ലോ, ഷെല്ലോടി പുഴുങ്ങിയിട്ട് എടുക്കുക. അതിൽ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഔട്ടർ ഷെല്ലില്ലേ, അപ്പോൾ പറയാം എന്താ സംഗതി എന്ന് പറയാം. അതിനകത്ത് ഈ അഫ്ലാടോക്സിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊരു അസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞൊരു ഫംഗസ് ഉണ്ട്. അത് ഈ കപ്പലണ്ടിയിലാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ അത് കുറേ അധികം അസുഖങ്ങളുണ്ടാക്കും, ക്യാൻസർ വരെയൊക്കെ ഉണ്ടാക്കും. മറ്റേ ലിവറിന് ക്യാൻസർ ഉണ്ടാക്കും, കോളൻ ക്യാൻസർ, അങ്ങനെ പല 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 പ്രശ്നം ഉണ്ടാക്കും. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടുന്നൊരു സംഗതിയാണിത്. ഇതെൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ഈ പറഞ്ഞ എണ്ണ ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ അതിൽ തന്നെ കപ്പലണ്ടി മിഠായിയോ എന്തെങ്കിലും എന്തുണ്ടാക്കിയാലും ഈ സാധനം നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് പശു കഴിച്ചിട്ട് കാറ്റൽ ഫീഡായിട്ട് കൊടുത്തിട്ട് അത് പാലായിട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് ആ പറഞ്ഞ വിഷത്തിൻ്റെ എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കഴിക്കരുതെന്നല്ല പറഞ്ഞാൽ നമ്മൾ നോക്കണം. അതായത് കളർ ചേഞ്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഉപയോഗിക്കുക. ഇങ്ങനത്തെ എഫക്ട്സുകൾ ഉണ്ടാക്കുന്ന അഫ്ലാടോക്സിൻ്റെ ക്യാൻസർ, ഡൈജസ്റ്റീവ് സിസ്റ്റം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിനൊക്കെ ബാധിക്കുന്നത്. ഇനി അടുത്തത് കുക്കിംഗ് ഓയിൽസ്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റെഫറൻസ് ഒക്കെ കറക്റ്റാണെന്ന് അറിയാൻ പാടില്ല. അത് പറയണമെന്ന് വെച്ചാൽ ഓക്സിഡേറ്റീവ് സ്റ്റെബിലിറ്റി കൂടുതലുള്ള എണ്ണ ഉപയോഗിക്കണം. അത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ സ്മോക്ക് പോയിൻ്റാണ് നോക്കണമെന്ന് പറഞ്ഞാൽ ഏത് ടെമ്പറേച്ചറിൽ പുക വരുന്ന ഏത് ടെമ്പറേച്ചർ നോക്കും. അത് ടെമ്പറേച്ചർ കൂടുതലുള്ളതാണ് നല്ലതെന്നാണ് പറയാം. പക്ഷേ അത് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലിൻ്റെ കേസിൽ ബാക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ നല്ലതെന്ന് പറയേണ്ട ആരോഗ്യത്തിന്. അതിൽ പറഞ്ഞാൽ ഒമേഗ 3 ഒമേഗ 6 റേഷ്യോ ഉണ്ട്. അപ്പോൾ അത് ഒമേഗ 3 കൂടുതലുണ്ടെങ്കിൽ വളരെ കൂടുതൽ നല്ലതായിരിക്കും. ഒമേഗ 6 കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖങ്ങളെല്ലാം കൂടുതലായിരിക്കും. പല പല അസുഖങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാം ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞ അസുഖങ്ങളെല്ലാം കൂട്ടുന്ന ഒരു സാധനമാണ് ഈ ഒമേഗ 6 എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കോട്ടൺ സീഡ് ഓയിലൊക്കെയാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളതിലൊക്കെ അത് കൂടുതലുണ്ടെങ്കിൽ പോലും അതിന് ഈ ഓക്സിഡേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ലെവലിൽ കൂടെ നോക്കിയിട്ടാണ് പറയാം. അപ്പോൾ ആ ഓക്സിഡേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ഇത് പറയുന്നത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കണ്ടന്റ് വെച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് കനക്കാണ്ടിരിക്കാനുള്ളതിൻ്റെ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് ക്ലിയർ അല്ല, അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല, കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഈ 3 എണ്ണം കഴിയുന്ന ഒഴിവാക്കുക. അതിലില്ല, അത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതിൽ പക്ഷേ വേറെ ഗുണങ്ങളുണ്ട്. വേറെ ഇത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ വേറെയുണ്ട്. അത് ഇതിനൊക്കെ ഉപയോഗിക്കണില്ല. നമ്മുടെ എന്താണ് ഈ അൽഷൈമേഴ്സിനൊക്കെ നല്ലതെന്ന് പറയണ്ടല്ലോ, പാർക്കിൻസൺസിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ സംഗതി ട്രാൻസ് ഫാറ്റാണ്. ഈ വക ഐറ്റംസ് നമ്മുടെ ജെൻ സി ഉണ്ട് അവിടെ ആരെങ്കിലുമൊക്കെ ഒരു ദിവസം എത്രണ്ണം വെച്ച് കഴിക്കും ഈ ഐറ്റംസൊക്കെ? ഇല്ല, കുഴപ്പമില്ല, നല്ല മോനാണ് കേട്ടോ. ഇവിടെ ഒരാളിരിപ്പുണ്ട് വിളിച്ച്, എന്തേ കഴിക്കും അതൊക്കെ? കിട്ടിയാൽ അടിക്കും അല്ലേ? കിട്ടിയാൽ അതൊക്കെ അടിക്കും, കുഴപ്പമില്ല. പ്രമാദമായിട്ട് അടിക്കുന്ന ആള്, അതാണ് പ്രവാചൻ. വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, സമയമായോ? മെയിൻ സാധനം പോവും സമയം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ട്രാൻസ്ഫാറ്റിൻ്റെ സൈഡ് എഫക്ട്സ് ഈ കാണുന്ന സംഭവങ്ങൾ, ഇത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും ഇത്. അതായത് ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്, നമ്മുടെ ഇത് ഡാൽഡ എന്ന് പണ്ട് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അവരിപ്പോൾ അങ്ങനത്തെ ഈ ബേക്കറി ഐറ്റംസിലൊക്കെ ചേർത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബേക്കറി ഐറ്റംസിൽ ഈ സാധനം ഉണ്ടാകും. അതുകൊണ്ട് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കലാണ് നമ്മുടെ ഹെൽത്തി സെല്ലിൽ പോയിട്ട് അവിടെ നിന്ന് ഇലക്ട്രോൺ എടുക്കാൻ നോക്കുക. എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ആരോഗ്യം അതോടെ പോവും. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ഒരു ഇലക്ട്രോൺ കൊടുക്കും അങ്ങോട്ട്. അതാണ് നേരത്തെ പറഞ്ഞ ആൻഡോസൈൻ, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസിലെല്ലാം ഈ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അത് ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ ഉള്ളിലില്ലാത്തതിനെ പുറത്ത് നമുക്ക് കഴിക്കാവുന്ന ഈ ഭക്ഷണത്തിലെല്ലാത്തിലും ഉണ്ട് ഈ സാധനം. അപ്പോൾ ഇതൊരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ, ഇത് നേരത്തെ പറഞ്ഞ കാണിച്ച പോലെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഇതുണ്ടാകുന്ന അസുഖങ്ങൾ ഈ പറഞ്ഞ വിഷൻ ലോസ് ഒക്കെ പറയില്ലേ, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുമ്പോഴാണ് അതെല്ലാം വരുന്നത്. അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം കോമൺ ഇതാണ്, കോമൺ കോസാണ് ഇതിനൊക്കെ. ഇതുപോലെ ഇതാണ് മറ്റേ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയും. ഈ പറഞ്ഞ ഒമേഗ 3 ഒക്കെ കഴിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നം, ഒമേഗ 3 അല്ല സോറി, മറ്റേ എന്താ പറയുക ഒമേഗ 6 ഉള്ള ഇതൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ROS കൂടും ബോഡിയിൽ. അത് കൂടിക്കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ലെവൽ കുറഞ്ഞാലും ഇത് വരും.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് കുറഞ്ഞാലും ഇതേ പ്രശ്നം വരും. അതൊക്കെയാണ് രഹസ്യം. ഇപ്പോൾ റിഫൈൻഡ് ഷുഗറും റിഫൈൻഡ് ഓയിലും കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, ട്രൈഗ്ലിസറൈഡ് കൂട്ടും. റിഫൈൻഡ് ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ, റിഫൈൻഡ് ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ LDL കൊളസ്ട്രോൾ കൂട്ടും. അതിനകത്ത് അവർ മറ്റേ മേത്തി ലീഫും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അത് കാരണം അതാണ് ഈ പറഞ്ഞത്, ആൻറ്റി ഓക്സിഡൻസിൻ്റെ എഫക്റ്റ് ഉണ്ട്. നമ്മളെന്തായിട്ട് ഇത് റിഫൈൻ ചെയ്തിട്ട് എല്ലാം കളഞ്ഞു. ഇനി വേറെ അഡീഷണൽ ആഡ് ചെയ്തിട്ട് അതിന് കൂടുതൽ പൈസ മേടിക്കാം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മൊബൈലിൽ റേഡിയേഷൻ വരെ ഇതിനകത്തൊരു ഫാക്ടറാണ്. അപ്പോൾ പിന്നെ ഈ മുറിയിൽ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുറിയിൽ യെല്ലോ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു വന്നപ്പോൾ ഈ മുറി ഉണ്ടായിരുന്നു. നമ്മൾ ആ ബ്ലൂ ഷെയ്ഡുള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാകും. ആ കണ്ണിൽ ഓക്സിഡേഷൻ ഉണ്ടാക്കും അത് ബ്ലൂ ലൈറ്റ്. ഇപ്പോൾ സെല്ലുലർ ഏജിങ്, ഡിസീസ്, ഡെത്ത്, ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. ഏജിങ് കൂടും. ഇപ്പോൾ എന്താ കണ്ടില്ലേ, അതുപോലെ ഇതൊരു എക്സാമ്പിളാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ. ഞാൻ പറഞ്ഞ രീതിയിലൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല, അതിന് ചേഞ്ച് ചെയ്യാൻ പോകണം. കൂട്ടും. കണ്ണിലാണ് കൂടുതൽ വരാം, റെറ്റിനൊക്കെ ഡാമേജ് ഉണ്ടാക്കാം. ട്യൂബ് പഴയത് പണ്ടും യെല്ലോ ലൈറ്റ് ഉണ്ടായിരുന്നു. യെല്ലോയിഷ് ലൈറ്റ് ആണെങ്കിലേ അങ്ങനെ മൊത്തം യെല്ലോ ആവരുത്, കണ്ണിന് പ്രശ്നം ഉണ്ടാവും. മോണോക്രോമാറ്റിക്കിലൊന്നും പോകരുത്. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. ഇത് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡാണ് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൊത്തം അത് തന്നെയാണ്. അതിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റിഫൈൻഡ് ഷുഗർ, റിഫൈൻഡ് ഓയിൽ, ഹൈഡ്രജനേറ്റഡ് ഓയിൽ, അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനമൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള സാധനങ്ങളുടെ അളവ് കൂട്ടുക. അത് കൂട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യുള്ളൂ തന്നെ. അപ്പോൾ അത് ഇപ്പോൾ ഇതുപോലെ യാത്രയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം വെച്ചാൽ കമ്പനിയുടെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആരാണ് നല്ലത് തരുന്നതെന്നും അറിയില്ല. ഈ പറഞ്ഞ കണ്ടന്റിനകത്ത് ഉണ്ടാവണമെന്നില്ല. ആൻറ്റി ഓക്സിഡൻസ് 2 ടൈപ്പ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ കുറേ ഉണ്ടാകുന്നുണ്ട്. ചില മിനറൽസ് ഒക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മറ്റേ സെലീനിയാണ് മെയിനായിട്ട് വരുന്നതിനകത്ത്. പിന്നെ എൻസൈമാറ്റിക്, നോൺ എൻസൈമാറ്റിക്, അകത്തുള്ള നമ്മുടെ ശരീരത്തിലുള്ള എൻസൈമാറ്റിക്, നോൺ എൻസൈമാറ്റിക് ഉള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. നിങ്ങൾ സമയം പറഞ്ഞിരുന്നെങ്കിൽ ഇത് മിസ്സാവുമായിരുന്നു. സ്റ്റെം സെൽസ് ആണ് നമ്മുടെ എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് നമ്മൾ മറ്റേ ഫ്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള സെല്ലിനാണ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പലയിടത്തും ഒളിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് ഈ സ്റ്റെം സെൽസ്. ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ എലാജിക് ആസിഡ് എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ, നമ്മൾ ഇതിൽ തേങ്ങയിലുണ്ട്, അങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഈ സാധനങ്ങൾ ഇതിനെ ബൂസ്റ്റ് ചെയ്യും. അതിന് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കൊക്കോ എന്ന് പറഞ്ഞാൽ അൺഫെർമെൻറ്റഡ് കൊക്കോ. നമ്മൾ സാറിന് ചോക്ലേറ്റുള്ള കൊക്കോ അല്ല, ഫെർമെൻറ്റ് ചെയ്യാത്ത സാധനമാണ്, നല്ല കയ്പൊക്കെ ഉള്ളൊരു സംഗതി ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ബോൺ മാരൽ കൂടുതലുണ്ടാകുന്നു. അതിൽ നിന്ന് ഇത് പുറത്തേക്ക് കുറേ വന്നുകൊണ്ടിരിക്കുന്നതാണ്. വന്നിട്ട് നമ്മൾ റിപ്പയറിങ് നടത്തുന്ന സംഭവമാണിത്. ഈ സ്റ്റെം സെൽസ് വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് മറ്റേ ഫ്രീ റാഡിക്കൽസ് ഒന്നും നശിപ്പിച്ച സെല്ലിനെയൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ സാധനം വേണം. ഇത് വരണമെങ്കിൽ ഇതിനുള്ള സാധനം കഴിക്കണം. അപ്പോൾ ഈ 2 സാധനങ്ങളിൽ ചെന്നാൽ മാത്രമേ, അത് എല്ലാത്തിലും ഉണ്ട്. നമ്മൾ പ്രത്യേകം ഒരു നിർത്തി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഈ എണ്ണയും പഞ്ചസാരയും അത് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതിന് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നമ്മൾ ഈ സാധനത്തിൽ കൂട്ടിയാൽ മതി. ഇപ്പോൾ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താം. പിന്നെ പൂർവ്വജന്മം കർമ്മവും അതും ഒക്കെ മാഡത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് നമ്മുടെ ഇവിടെ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന കുറേ സാധനം. ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിലൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ കമ്പോണൻസ് ഒക്കെ ഇതിലുണ്ട്. ഇത് ചെറിയ ലിസ്റ്റാട്ടോ, ഇത് ഇതിൽ കൂടുതലുണ്ട് ഐറ്റംസ്. പിന്നെ ഇന്ത്യയിലുള്ള പല സ്ഥലത്തുള്ള സൂപ്പർ ഫുഡ്സാണ്. ഏതാണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സർവ്വവ്യാപിയായ ഈശ്വരനെ പറ്റി നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സർവ്വവ്യാപിയായിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താ അറിയോ? പ്ലാസ്റ്റിക്കാണ്. ബ്രെയിനിലെ ഫ്രണ്ടൽ ലോബിൽ വരെ എത്തിയിട്ടുണ്ടെന്ന് പറയണേ. എന്നുവെച്ചാൽ എല്ലായിടത്തും അന്റാർട്ടിക്കയിൽ വരെ ഈ സംഗതി മറ്റേ മൈക്രോ പ്ലാസ്റ്റിക്സ് എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു കാരണമാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മുടെ യോഗാചാര്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോഴത്തെ IT-കാരുടെ ബ്ലഡ് എടുക്കില്ല ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട്. എന്താ കാരണം എന്നറിയോ? ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ്. അത് കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടാണ്. അവർ ഈ AC റൂമിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ അളവ് കുറയും. ഇത് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുകയാണ്.
അത് വേറെ കോംപ്ലിക്കേഷനിലേക്ക് എത്തും. മറ്റേ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഓവർകം ചെയ്യാം, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള കുക്ക് ചെയ്യുന്ന വെസൽസ്, അലുമിനിയം ഈ പറഞ്ഞ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടാവുന്ന ഒരു സാധനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മിനറൽസ് പറഞ്ഞിരുന്നു കൂട്ടുന്ന, ഇത് മറ്റേ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയെ കൂട്ടുന്ന സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സാധനം അലുമിനിയമാണ്. പിന്നെ ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പണ്ട് പറയായിരുന്നു. ഇപ്പോൾ ലുക്ക് ദ ലേബൽ ബിഫോർ യു ഈറ്റ് എന്ന് പറയാം. മേടിക്കുന്ന സാധനങ്ങൾ ലേബലിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് ക്ലിയർ ആയിട്ട് നോക്കണം. ഇപ്പോൾ നമ്മൾ അറിയാണ്ടിരിക്കാൻ വേണ്ടി കോഡ് ഫോമിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോഡ് എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് നമുക്ക് പറ്റിയതാണോ എന്ന് അറിയാം. അപ്പോൾ അത് എക്സാമ്പിൾ പറയാം. ഇവിടെ ഇപ്പോൾ കിട്ടുന്ന ജ്യൂസ്, പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഈ കോഡിലാണ് മറ്റേ ക്ലാസ് 3 ക്ലാസ് 2 പ്രിസർവേറ്റീവ്സ് ഒക്കെ പിന്നെ എഴുതിയിട്ടുണ്ടാവും. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബാക്ടീരിയ വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ചേർത്തേക്കണത്. ഇത് കഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കുടലുള്ള ബാക്ടീരിയ ഇതുപോലെ പോകും, കഴിച്ച ഉടനെ പോകും. അപ്പോൾ ഈ പറഞ്ഞാൽ അതും നമ്മൾ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്. ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, അത് ബാക്കി വിട്ടു ഞാൻ കേട്ടെ. അപ്പോൾ അതായത് ജെൻ സി എന്ന് പറഞ്ഞില്ലേ, സി എന്ന് പറഞ്ഞാൽ അവസാനത്തെ അല്ലേ, ആൽഫബറ്റിലെ അവസാനത്തെയാണ്. അതായത് നേരത്തെ സ്വാമി പറഞ്ഞ പോലെ ഞാനും കല്യാണം കഴിക്കണില്ല, പിന്നെ അടുത്ത ജനറേഷൻ വേറെ ഇല്ല, ഇത് അവസാനത്തെ ജനറേഷനാണ്. അതാണ് ആ സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഒരു അവതാരത്തിനെയാണ് ആദ്യം എടുത്ത് കാണിച്ചത്. പുള്ളിക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വളരെയധികം വർക്ക് ചെയ്തിട്ട് എടുത്തൊരു ക്ലാസ്സാണ് നമ്മൾ ഈ ടൈപ്പ്. ഈ പ്രസൻറ്റേഷൻ ക്ലാസ് നിങ്ങൾക്ക് ചിലർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. അത് പരിചയപ്പെട്ടാലാണത് നമുക്ക് അത് കൂടെ വായിച്ച് പഠിച്ചാലാണത് കൂടുതൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈപ്പ് ക്ലാസ്സും ഇവിടെ നമുക്ക് ഭാവിയിൽ എല്ലാ ക്ലാസ്സുകളും ചിലപ്പോൾ ഭാവിയിൽ ഇങ്ങനെ പ്രസൻറ്റേഷൻ ക്ലാസ്സുകളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു പരിശീലനം തുടക്കമാണിത്. അപ്പോൾ ഇതും നമ്മൾ പഠിക്കണം. നമ്മുടെ പഴയ തലമുറക്കാർക്ക് ചിലപ്പോൾ ഇതൊരു പരിചയം ഉണ്ടാവില്ല. അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതാണ് പരിചയമുള്ളത്, പഴയത് പരിചയമില്ല. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ എടുത്ത ശ്രീമാൻ സുധീർ ബാലരാമന് ഗുരുകുലത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.